നമസ്കാരം സുഹൃത്തെ, നമ്മൾ ഈ നാർസിസിസ്റ്റ് എന്നുള്ള ഈ വ്യക്തിത്വങ്ങളെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് എടുത്തു കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഈ ലൂപ്പിൽ പെട്ടിട്ടുള്ള ഈ വലയത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് 80% ആളുകൾക്കും സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. അല്ലാത്ത ആളുകൾക്ക് ഡിപ്രഷനുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾക്ക് ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പൊട്ടൻഷ്യലും കാര്യങ്ങളും നമുക്ക് പുറത്തു കൊണ്ടുവരാനും സാധിക്കില്ല. നമുക്ക് നല്ല രീതിയിലൊരു ജീവിതം, സമാധാനപരമായിട്ടൊരു ജീവിതം നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നാർസിസിസ്റ്റ് എന്നുള്ള ഈ വ്യക്തിത്വം ഇവർക്ക് മാനുഷികമായിട്ടുള്ള ഒരു സ്വഭാവം ഇവരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള സ്വഭാവം, കരുണ, ദയ, എമ്പതി, ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവരിൽ ഉണ്ടാവില്ല എന്നുള്ളതും പിന്നുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ അഭിനയിക്കാൻ ഇവർ വളരെയധികം എന്താ പറയാ കഴിവുള്ളവരുമാണ് എന്നുള്ളതാണ്. ഇവർക്ക് എപ്പോഴും ഒരു വാലിഡേഷൻ കിട്ടണം. അതായത് അവരാണ് എല്ലാം എന്നുള്ളൊരു വാലിഡേഷൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഇവര്. നല്ല രീതിയിൽ ഞാൻ എന്ന ഭാവമുള്ള ആളുകൾ, എല്ലാം എൻ്റെ കൺട്രോളിൽ വരണം എന്നുള്ളൊരു രീതിയിലുള്ള ആളുകൾ, എല്ലാത്തിന്റെ അധികാരം എനിക്ക് എടുക്കണം എന്നുള്ള രീതിയിലുള്ള ആളുകളായിരിക്കും ഇവര്. ഇവർക്ക് എപ്പോഴും ഒരു കൺട്രോൾ വേണ്ടിവരും. അതായത് അവരുടെ ഇരയായിട്ടുള്ള വ്യക്തിയുടെ ഇമോഷണലി കൺട്രോൾ ഇവരെ കയ്യിൽ എപ്പോഴും വേണ്ടി വരും. നമ്മൾ പറഞ്ഞു ട്രോമ ഉള്ള ആളുകളാണ് കൂടുതൽ ഇവരെ കയ്യിൽ ചെന്ന് പെടുക എന്നുള്ളത്. ചെറുപ്പത്തിൽ നല്ല രീതിയിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ട്രോമയിൽ പെട്ട ആളുകളാണ് ഇവരുടെ കയ്യിൽ വിടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഇമോഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവര് വിചാരിക്കുന്ന, ഇവർ കരുതുന്ന, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുന്നുള്ളതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും തെന്നിമാറി അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവരെ യഥാർത്ഥ മുഖം നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരമായിട്ട് കഴിവുള്ള വിദ്യാർത്ഥി, ഇവര് അതിൽ നിന്ന് ഉന്നതിക്ക് പോകുന്നു കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നു കാണുമ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഇവര് ചിലപ്പോൾ സംസാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവരെ ഇമോഷണലി ഡൗൺ ആക്കും. അതായത് നല്ല രീതിയിൽ ഡൗൺ ആക്കുന്ന, ആരെങ്കിലും മരിച്ചു എന്ന് അത്തരത്തിൽ പറ്റ ഡൗൺ ആക്കുന്ന തരത്തിൽ നല്ല രീതിയിൽ വേദന ഉണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡൗൺ ആക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനൊരു ടെൻഡൻസി നമുക്ക് വരുമല്ലോ. നമ്മൾ എന്ത് ചെയ്യും, ഇമോഷണലി ഡൗൺ ആയിട്ടായിരിക്കും ഇരിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ പെട്ടെന്ന് ഉദാഹരണത്തിലൂടെ കാണാൻ കഴിയുക എന്ന് പറയുന്നത്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ, ഇത് രണ്ടിൽ ഒരാൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വം ആണെന്നുണ്ടെങ്കിൽ ഇവര് എന്തായാലും സ്വാഭാവികമായിട്ടും ഇവർ ഒരുമിക്കാൻ കഴിയാതെ വേർപിരിയും എന്നുള്ളതാണ്. അങ്ങനെയാണ് കൂടുതലും വരല്. അങ്ങനെ വേർപിരിഞ്ഞ ടൈമിൽ എന്ത് ചെയ്യില്ല, ഇതിൽ ആർക്കാണുള്ളത്, അവര് ആ അവരുടെ കുട്ടികളെ മറ്റാളെ കാണിക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ അത്തരത്തിൽ ഈ മെന്റലി ഡൗൺ ആക്കുന്ന സംഭവം ഉണ്ടല്ലോ, മറ്റാള് ഞാനില്ലാതെ ജീവിക്കണ്ട എന്നുള്ളൊരു രീതിയിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരിക്കും ഇവരിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഭീകരമായിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമുക്ക് നമ്മൾ വരുന്ന വീഡിയോകളിൽ ഇവരെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പറയാന്നുള്ളതാണ്. ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഇവർ ഓരോ വേരിയേഷൻസിനെ കുറിച്ച് പഠിച്ചിട്ട് ഇവരെ കുറിച്ച് ഫുൾ അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവർ പല രീതിയിൽ ഇവരെ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇവരെ മാനിപ്പുലേഷനെ പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മളെ ചുറ്റുമുള്ളത് ആരൊക്കെയാണെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നേരിട്ട് പോയിട്ട് ഇവര് നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണെന്ന് പറയാൻ പാടില്ല. കാരണം അത്തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അവരെ എതിർക്കാൻ നിന്നാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ വീണ്ടും നമ്മളെ ട്രിഗർ ചെയ്യുന്നുള്ളതാണ്. ട്രിഗർ ചെയ്തിട്ട് നമ്മളെ വീണ്ടും ഇമോഷണലി ഡൗൺ ആക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവര് ചെയ്യുന്ന ഇമോഷണലി അവർ കളിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബാധിക്കാത്ത തരത്തിൽ നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്, ശാന്തമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ ഒരു മാനിപ്പുലേഷൻ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ അത്രയും ശാന്തമായിട്ടിരിക്കാൻ ശക്തനാവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അപ്പൊ നമ്മൾ അവരെ കുറിച്ച് പഠിച്ചു, ശാന്തമായിട്ടിരിക്കാനും പഠിച്ചു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഹീലിംഗ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തോട്ട് വരാന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഉള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് പറഞ്ഞിട്ട് പോവാം. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ വലയിൽപ്പെട്ട ആളുകൾക്ക് അവർക്കും ഇതിൻ്റെ ഒരു ട്രോമയായിട്ട് വരാറുണ്ട്. അവർക്കും ഇവരിൽ കാണിക്കുന്ന ഈ ഈഗോ അതേപോലത്തെ കാര്യങ്ങളൊക്കെ അവരിൽ വരാറുണ്ട്. കാരണം അവർ അത്രയും അതിൽ ടെൻഷൻ അടിച്ച് അതിൽ ആ ലൂപ്പിൽ പെട്ട് അത്രയും ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോൾ
അവരും സ്വാഭാവികമായിട്ട് ആ രീതിയിൽ ഇങ്ങനെ ആയി വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരിലുള്ള ആ മാനിപ്പുലേഷൻ നമ്മൾ കേൾക്കാതെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ ജീവിതത്തെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ വേരിയേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഓരോ സ്റ്റെപ്പ് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിർത്തുന്നു. താങ്ക് യു.